കുട്ടി കലണ്ടർ ഉണ്ടാക്കിയാലോ? അതായത് ഒരു മിനി കലണ്ടർ. ആദ്യം 2 A4 പേപ്പർ എടുക്കാം. എന്നിട്ട് അതിനെ നമുക്ക് 3ആയി മടക്കിയിട്ട് ഈ കാണിച്ചേക്കുന്ന പോലെ മുറിച്ചെടുക്കാം. അങ്ങനെ 3ആയി മടക്കി മുറിച്ച പേപ്പറിനെ ഒന്നും കൂടെ ഒന്ന് മടക്കി 2ആയി മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കാണുന്നത് പോലെ ഈ സൈസിലുള്ള പേപ്പർ നമുക്ക് കിട്ടും. നമുക്ക് ഓരോ വീക്ക് നമുക്ക് എഴുതി കൊടുക്കാം. അതേപോലെ തന്നെ എൻ്റെ താഴെയായിട്ട് നമുക്ക് ഡേറ്റും എഴുതാം. ഇപ്പോൾ ഏപ്രിൽ മാസം ആയതുകൊണ്ട് ഞാൻ ഏപ്രിൽ മുതലുള്ള കലണ്ടർ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഇവിടെ ഇപ്പം. പിന്നെ ഡേറ്റ്സ് ഇടുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എഴുതാം. അതായത് പല പല കളറുകൾ ഉപയോഗിച്ചൊക്കെ നമുക്ക് ചെയ്യാം. ഞാനിവിടെ സൺഡേയും അതേപോലെ തന്നെ സെക്കൻഡ് സാറ്റർഡേ മാത്രമേ റെഡ് വെച്ച് എഴുതുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്കത് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളുണ്ടാക്കുന്ന കലണ്ടർ അല്ലേ. നമ്മളുണ്ടാക്കുന്ന കലണ്ടർ ആയതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കതിനകത്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഡിസംബർ വരെയുള്ള കലണ്ടർ നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മുകളിൽ കുറച്ച് സ്ഥലം നേരത്തെ വിട്ടിരുന്നില്ലേ, അവിടെ നമുക്ക് ഇഷ്ടമുള്ള പടം വരയ്ക്കാം. ആദ്യമൊക്കെ ഞാൻ ഓരോ സീസൺ അനുസരിച്ചുള്ള പടമായിരുന്നു വരച്ചിരുന്നത്. അതായത് സമ്മർ ആയതുകൊണ്ട് നമ്മൾ സൂര്യനെയും വാട്ടർമെലനെയൊക്കെ വരച്ചു. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ജൂൺ ജൂലൈ ഒക്കെ ആയപ്പോഴത്തേക്കും മഴക്കാലമാണല്ലോ, അതുകൊണ്ടാണ് കുടയും മഴയൊക്കെ വരച്ചത്. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടമുള്ള പടങ്ങളാണ് വരയ്ക്കാൻ തുടങ്ങിയത്. ഈ പടങ്ങളൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് റെഫറൻസ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാ പടവും വരച്ചിട്ട് നമുക്കതിന് കളറും കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കളർ കൊടുക്കാം. ശേഷം നമുക്ക് പിന്നെയില്ലേ
ആ സൈഡിലെ ഓരോ മന്തിൻ്റെയും പേര് എഴുതി വെക്കാം. അതായത് നമ്മളിപ്പോൾ കളർ അടിച്ചതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് സ്ഥലം ഇടണം. അവിടെ നമുക്ക് ഓരോ മാസത്തിൻ്റെയും പേര് എഴുതി വെക്കാം. അങ്ങനെ നമ്മുടെ കലണ്ടർ ഇവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു ത്രെഡ് വെച്ച് കെട്ടാം. അതിനു മുമ്പ് ഇതിന് 2 ഹോൾസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കോമ്പസ് വെച്ചാട്ടോ ഹോൾ ഇടുന്നത്. അതിനുശേഷം ആ ത്രെഡ് ആ ഹോളിൽ കൂടെ നമുക്ക് കയറ്റാം. പിന്നെ ഈ സ്റ്റാൻഡ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചാണ്. ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ കലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയാണിത്. അതിലേക്ക് നമുക്ക് ത്രെഡ് കയറ്റാം. ഇത് വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതനുസരിച്ച് ചെയ്താൽ മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഈ സാധനം ഉള്ളത് കൊണ്ട് ഞാനിത് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അല്ലെങ്കിൽ നമുക്കൊരു ത്രെഡ് വെച്ചിട്ട് തൂക്കിയിടുകയോ അല്ലെങ്കിൽ ഭിത്തിയിൽ ഒട്ടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. പിന്നെ അങ്ങനെ ഏകദേശം നമ്മുടെ ഇവിടെ മിനി കലണ്ടർ അഥവാ കുട്ടി കലണ്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വന്ന് ചെയ്തു നോക്കൂലേ?